തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ്. അപ്പം ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതായിരിക്കും പൂജ നല്ലത്. ലോകം മുഴുവൻ സമാധാനവും സുഖവും സന്തോഷവും ഉണ്ടാവട്ടെ. പൊങ്കാലത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും തന്നെ ആദ്യം നേരുകയാണ്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഈ പിന്നിൽ കേൾക്കുന്ന മണിയൊച്ച, അതിൻ്റെ സുഖം, അതിൻ്റെ ഭക്തിയുടെ നിർവൃതി തീർച്ചയായും അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഭക്തജന ലക്ഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തലസ്ഥാന നഗരിയിലേക്ക് അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഈ ഒരു കാഴ്ചയ്ക്കായി ദേവിയെ ഇങ്ങനെ ദീപാരാധനയുടെ സമയത്ത് തൊഴുത് ഇരു കൈയും കൂപ്പി അങ്ങനെ ദേവിയെ കാണാൻ വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പിലായിരുന്നു ഭക്തജന ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നട തുറന്നപ്പോൾ ദേവിക്ക് മുൻപിൽ കൈകൂപ്പി കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ വരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളത്. ഈ ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു കഴിഞ്ഞ പൊങ്കാല മുതൽ ഇങ്ങോട്ട് അല്ലേ? നാമജപത്തോടെ ഇവർ എത്ര മണിക്കൂറുകളായി കാത്തിരിക്കുന്നതാണെന്നറിയാമോ? ഇനി ശുദ്ധപുണ്യാഹത്തിന് ശേഷം അടുപ്പുവെട്ടിനുള്ള കാത്തിരിപ്പാണ്. ഈ അനുവാദം ചോദിക്കൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ. അമ്മയോട് അനുവാദം ചോദിച്ചാണ് പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുക. ഈ അനുവാദം ചോദിക്കാൻ എത്രയോ മണിക്കൂറുകളായി കാത്തുനിന്ന് ഇവിടെ എത്തിയ സ്ത്രീകളാണ്. ഇത് ഒരു അർപ്പണം, സമർപ്പണം തന്നെയാണെന്ന് കരുതി. ഒരു ആത്മസമർപ്പണത്തിന്റെ സമയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. കൃത്യം 9:15 ശുദ്ധ പുണ്യാഹത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ 9:45 അടുപ്പുവിട്ട് അതിനുശേഷം പണ്ടാരി അടുപ്പിലേക്ക് തീ പകരുന്നു. പിന്നെ തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറുന്ന കാഴ്ചയിലേക്കാണ് കടക്കുക. ഇത്രയധികം സ്ത്രീജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു ഉത്സവം, അത് തലസ്ഥാന നഗരിക്ക് അനന്തപുരിക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. ഇവിടെ എവിടെ നോക്കിയാലും അമ്മമാരെയും സഹോദരിമാരെയും മാത്രമേ കാണാനുള്ളൂ. പുരുഷജനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു ദിവസം, ഈ ഒരു ഇത്രയും പകലൊന്നും, നേരത്തെ ശ്രീജ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു സമയത്തൊന്നും സാധാരണ സ്ത്രീകളെ അങ്ങനെ ഈ സ്ഥലത്ത് കാണാറില്ല. രാത്രി സമയങ്ങളിലാണെങ്കിൽ പോലും ഇറങ്ങി നടക്കാനൊക്കെ മടികളാണ്. പക്ഷെ പൊങ്കാല സമയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് ഇവിടെ അനന്തപുരി ഭരിക്കുന്നത് എന്ന് തന്നെ പറയാം. സ്വാതന്ത്ര്യത്തിന് മേലെ ഒരു ആധിപത്യം സ്ത്രീകൾക്ക് കിട്ടുന്ന ദിവസം കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ദിനങ്ങൾ. മിനിഞ്ഞാന്ന് മുതൽ അത് തന്നെയാണ് ഇവിടെ കാണുന്ന കാഴ്ച. രാവും പകലും ഇല്ലാതെ നഗരത്തിലുടനീളം, പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്നേഹത്തോടെയും അല്ലെങ്കിൽ ഒരു അഭിമാനത്തോടെയും ഒക്കെ പലരും പറയാറുണ്ട്, ഇവിടെ ഇനി 2-3 ദിവസം സ്ത്രീകളാണല്ലോ ഭരണം എന്ന് പറയാറുണ്ട്. അത് കേൾക്കുമ്പോഴും ഒരു സുഖമുണ്ട്. അത് ആസ്വദിക്കാനായി വരുന്നവരും ഇത് ഞങ്ങളുടെ ഇടമാണെന്നും ഞങ്ങളുടെ അമ്മയാണെന്നും പറഞ്ഞു വരുന്നവരുടെയും എണ്ണം ചെറുതല്ല പൂജ.